നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി. കണ്ടു. നോക്കാം വിശദമായ വാർത്തകൾ. മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചു. സേവനം നൽകാതെ 2,70,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയെന്ന് SFIO കണ്ടെത്തി. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. വീണയെയും ശശിധരൻ കർത്തയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും CMRL MD ശശിധരൻ കർത്തയെയും പ്രതി ചേർത്താണ് SFIO കുറ്റപത്രം. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. കേസിൽ വീണ വിജയൻ, ശശിധരൻ കർത്ത എന്നിവർക്ക് പുറമെ CMRL CGM ഫിനാൻസ് P. സുരേഷ് കുമാറിനെതിരെയും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകി. കമ്പനി കാര്യചട്ടം 447 വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത്. ഒപ്പം വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. ഇനിയുള്ള നടപടികൾ കൊച്ചിയിലെ പ്രത്യേക കോടതി വഴിയാവും നടക്കുക. പ്രതികൾക്ക് ആദ്യം സമൻസ് അയക്കും, പിന്നാലെ വിചാരണ ആരംഭിക്കും. ഈ കേസിനു പുറമെ CMRL-ൽ 182 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്റ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്കു ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി വൈകരുതെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഒന്ന്, പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനൊന്നും ഒരു മെനക്കെട്ടിട്ടില്ല. ഇപ്പോഴും എടുക്കാൻ പോകുന്ന കേസിന്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അന്തസ്സോ അഭിമാനമോ മാനമോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇതിൽ ഒറ്റ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടീൻ്റെ ഒരു ഡിസിഷനാണ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായതോടെ മുഖ്യമന്ത്രിയും പ്രതിപ്പട്ടികയിൽ വന്നുവെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് കോടികൾ ഒഴുകിയിട്ടുണ്ട്. കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ, അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. അതിനിടെ എറണാകുളം ജില്ലാ കോടതി 1 മാസപ്പിടി കേസിലെ കുറ്റപത്രം ഉച്ചയോടെ SFIO സമർപ്പിച്ചു. കേസിൽ പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. അതിനിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. മാസപ്പടി കേസ് കേസായി കൈകാര്യം ചെയ്യുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഇത് പാർട്ടിക്കെതിരായി ഉപയോഗിക്കുമ്പോഴാണ് രാഷ്ട്രീയമായി നേരിടും എന്ന് പറഞ്ഞതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ മുമ്പേ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ തരട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. പാർട്ടി ഇതിനകത്തൊരു പ്രശ്നമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേസായിട്ട് കൈകാര്യം ചെയ്യുന്നതല്ലാണ്ട് നമുക്കെന്തായാലും പാർട്ടിക്ക് അതിനെ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നേരിടും നിങ്ങൾ പറഞ്ഞത്. അത് ഇനിയും നേരിടും, അത്രയേ ഉള്ളൂ. പാർട്ടിയെ ആക്രമിക്കാനാണ് ഈ നടപടിക്ക് BJP ഇത്രയും കാലം കാത്തുനിന്നതെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. ഓരോ കേസിനെയും അതിൻ്റെ സാഹചര്യത്തിലാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്.
കേരളത്തിലെ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും CPIM-നെയും ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവിനുമെതിരായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണിത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. CPIM-നെ എതിർക്കാൻ UDF-നും BJP-ക്കും മറ്റായുധങ്ങളില്ലാത്തതുകൊണ്ടാണ് ഈ കേസ് കൊണ്ടുവരുന്നതെന്ന് A. വിജയരാഘവനും പ്രതികരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷത്തെ നേരിടാൻ നമ്മുടെ UDF-ന്റെ കയ്യിലോ BJP-യുടെ കയ്യിലോ ഒരു രാഷ്ട്രീയ ആയുധമില്ല. ഒറ്റ രാഷ്ട്രീയ ആയുധേ ഉള്ളൂ. അത് കളവുകൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുക, അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൂടി അപകീർത്തിപ്പെടുത്തുക. അതൊരു രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി CPM-നെ നേരിട്ട് തോൽപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാതെ വരുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പൊതുരീതിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുന്നിൽ ഞങ്ങളാരും ഈ പാർട്ടിയും തോറ്റുമുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റു റിപ്പോർട്ടുകൾ നോക്കാം. ആശാ വർക്കേഴ്സിന്റെ സമരം ഒത്തുതീർപ്പാകാതെ മൂന്നാം ചർച്ചയും പിരിഞ്ഞു. ഓണറേറിയം ഉടൻ വർദ്ധിപ്പിക്കാൻ ആവില്ലെന്ന നിലപാട് ഇന്നത്തെ ചർച്ചയിലും ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശമാണ് സർക്കാർ ഇന്ന് മുന്നോട്ട് വച്ചത്. 3000 രൂപയെങ്കിലും കൂട്ടണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ചർച്ച നാളെയും തുടർന്നേക്കും. 3 മണിക്കൂർ നീണ്ട ചർച്ച, പക്ഷേ ഫലം കണ്ടില്ല. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സമിതിയെ നിയോഗിക്കാമെന്ന് സർക്കാർ. ആരോഗ്യവകുപ്പിലെയും ധനവകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി എന്ന നിർദ്ദേശം സമരസമിതി തള്ളി. ആദ്യം ഓണറേറിയം കൂട്ടണം, പിന്നീട് മതി സമിതിയെന്ന് സമരക്കാർ നിലപാടെടുത്തു. ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന 2 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള 7,000, അതോടൊപ്പം ഒരു 3,000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ലഭ്യമാക്കി ശുപാർശകൾ നടപ്പാക്കാമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ കമ്മിറ്റി ഒന്ന് അത് പരിശോധിക്കട്ടെ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്, വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ. ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. INTUC, CITU പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു. ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്. അടുത്ത് തന്നെ വേണ്ടി വന്നാൽ അവർക്ക് കൂടിയാലോചിക്കണം എന്നുള്ളതൊരു ന്യായമായ ആവശ്യമാണ്. തത്വത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും, ഏതാണ്ട് 1-2 വിഷയങ്ങളൊഴികെ എല്ലാ കാര്യങ്ങളിലും പൊതുവെ ധാരണയായിട്ടുണ്ട്. നാളെയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. മുനമ്പം വിഷയം ഉൾപ്പെടെ സൂചിപ്പിച്ചായിരുന്നു ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസംഗം. ചർച്ചകൾക്ക് ശേഷം ബിൽ പാസാക്കുന്നതോടെ ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് പുലർച്ചെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായത്. പരിഷ്കരിച്ച നിയമ ഭേദഗതി ബിൽ രാജ്യസഭ കടക്കുമെന്നും ഉറപ്പാണ്. ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലുമില്ലെന്ന് ബില്ല് അവതരിപ്പിച്ച ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുനമ്പം വിഷയം ഇന്നും മന്ത്രി പരാമർശിച്ചു. जमीन जो केरला में मुनम्बम केस के नाम से अभी सब लोग ने पढ़ चुका होगा, उसको वहां वक्फ बोर्ड ने क्लेम कर दिया और वो कहीं भी नहीं जा पाया. ബിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തി കറുത്ത വസ്ത്രമണിഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള ഇടതംഗങ്ങൾ സഭയിലെത്തിയത്. മുനമ്പത്ത് ഒരാൾക്ക് പോലും വീട് നഷ്ടമാകില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. സർ, ഒരു കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്, അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഇതിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. ബിൽ രാജ്യസഭയും കടക്കുന്നതോടെ നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുമതി. എന്നാൽ ബിൽ പാസ്സായാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട്. അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായാലും നിയമ പോരാട്ടങ്ങൾ തുടരും. 24 ഡൽഹി.
ജനാധിപത്യ വിരുദ്ധമായി എന്തുണ്ടായാലും അതിനെ എതിർക്കണമെന്ന് ജോസ് കെ മാണി MP. അമുസ്ലിം അംഗങ്ങളെ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലുകളിലും ഉൾപ്പെടുത്തുന്നതിനെ ശക്തമായി എതിർക്കുന്നു. ഇസ്ലാം മതത്തിന്റെ ഭാഗമായ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. വഖഫ് ബോർഡിന്റെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥയിലെ ഒരു നല്ല വശം കേരള കോൺഗ്രസ് അംഗീകരിക്കുന്നു. നിലവിലെ വഖഫ് ബിൽ മുൻപ് പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നും ജോസ് കെ മാണി രാജ്യസഭയിൽ പറഞ്ഞു. I oppose this bill and the overall intention of the government to interfere the religious affairs of the minorities. My party, Kerala Congress M, acknowledges a positive aspect, the provision allowing Waqf Board decision to be challenged in the court of law. Waqf Board established under Islamic law should remain under the management of Muslim community. Its solidarity with the people of Munambam. I stand firmly with the religious leaders and bishops in opposing the unjust provisions in the original act. രാജ്യസഭയിൽ എമ്പുരാന്റെ പേരിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിൽ മലയാളത്തിൽ വാക്പോര്. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ പോലെ BJP നിരയിൽ നിരവധി പേരെ കാണാമെന്നും നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ കേരളത്തിൽ തുറന്ന അക്കൗണ്ടും പൂട്ടിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. TP 51 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമകൾ പരാമർശിച്ചായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടി. എമ്പുരാൻ സെൻസർ ചെയ്യാനുള്ള തീരുമാനം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടേതായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തരംതാണ രാഷ്ട്രീയം പറയാനുള്ള ഇടമല്ല പാർലമെന്റ് എന്ന് CPI അംഗം P. സന്തോഷ് കുമാറും പ്രതികരിച്ചു. വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ രാജ്യസഭയിലുണ്ടായ ആ വാക്പോരിലേക്കാണ് ഇനി. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. 2 films. They should have the guts to let these 2 films be screened again. Permitted to be screened. Then they can start yelling for Empuran. BJPയെയും RSSനെയും പരാജയപ്പെടുത്താൻ വിശാല സഖ്യം അനിവാര്യമെന്ന് CPIM. BJPയെ താഴെയിറക്കുന്നതിന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും CPIM തയ്യാറെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. മെയ് 20 പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കുന്നതും സംഘപരിവാറിന്റെ വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്യുന്നതുമായ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഒരു പരിധിവരെയെങ്കിലും BJPയെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു. BJPയെയും RSSനെയും പരാജയപ്പെടുത്താൻ വിശാലമായ ശക്തമായ പ്ലാറ്റ്ഫോം വേണം എന്നാണ് CPIMന്റെ നിലപാടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. The understanding of the BJP and RSS concerned, there is absolutely no issue here. We are all strongly united on the fight against the BJP and the RSS. There are no ifs and buts on this. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നാൽ കർക്കശമായി നിൽക്കുക എന്നല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് അയവ് വരുത്തുന്നതും കൂടിയാണ്. എന്നാൽ ചില അടിസ്ഥാന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും ബൃന്ദ കാരാട്ട്. 2025 മെയ് 20 തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പൊതുപണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം K. ഹേമലതയും RSS, BJP, സംഘപരിവാർ എന്നിവയുടെ പൈശാചിക വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവും അവതരിപ്പിച്ചു. 2 പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. പാർട്ടിയുടെ സ്വതന്ത്ര ശക്തിയും ഇടതുപക്ഷത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കണമെന്നും മതേതര ജനാധിപത്യ ഐക്യം കെട്ടിപ്പടുക്കണം എന്നുമുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണച്ചാണ് സംസാരിച്ചത്. മറ്റു വിഷയങ്ങളിലാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അംഗങ്ങൾ ചർച്ചയിൽ രേഖപ്പെടുത്തുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24.
CPIMലെ പ്രായപരിധി മാനദണ്ഡത്തിനെതിരെ വീണ്ടും മുതിർന്ന നേതാവ് ജി സുധാകരൻ രംഗത്ത്. പ്രായപരിധി കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന വ്യാപക ആക്ഷേപം ഉയരുന്നു. പ്രായപരിധിയുടെ പേരിൽ താൻ ബ്രാഞ്ചിലേക്ക് വന്നു. തന്നെ സാധാരണ പാർട്ടി അംഗങ്ങൾക്കും പൊതുസമൂഹത്തിനും മടുത്തിട്ടില്ല. ചിലർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകുന്നു. ഇതിന് പകരം പ്രായപരിധി എടുത്തു കളയുന്നതാണ് ഭംഗിയെന്നും ജി സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നണിയെ സജ്ജമാക്കാൻ NDA തീരുമാനം. മുന്നണിയിലെ തർക്കം തൽക്കാലത്തേക്ക് ചർച്ച ചെയ്യേണ്ടെന്നാണ് ധാരണ. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ NDA നേതൃയോഗമാണ് ചേർത്തലയിൽ ചേർന്നത്. ചങ്ങനാശ്ശേരിയിലെത്തി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും കണിച്ചുകുളങ്ങരയിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും സന്ദർശിച്ച ശേഷമാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യ മുന്നണി യോഗത്തിനെത്തിയത്. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും സ്നേഹ സന്ദർശനം മാത്രമെന്നും രാജീവ് ചന്ദ്രശേഖർ. ഞാൻ സംസ്ഥാന പ്രസിഡന്റായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനായിരുന്നു. വന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും പിന്തുണയെല്ലാം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കർട്ടസി കോളായിട്ട് കണ്ടാൽ മതി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും താഴെത്തട്ട് വരെ പ്രവർത്തനം വ്യാപിപ്പിക്കും. അതിനായി ബൂത്ത് തലം വരെ കമ്മിറ്റികൾ വരും. BJP പ്രതിനിധി ചെയർമാനും BDJS പ്രതിനിധി കൺവീനറുമായ കമ്മിറ്റികളാകും എല്ലാ തലത്തിലും ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കർമ്മ പദ്ധതി മെയ് മാസത്തിൽ പ്രഖ്യാപിക്കും. കേരളത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങളോട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ് ഇന്ന് ഏകകണ്ഠമായിട്ട് ഈ യോഗം അംഗീകരിച്ചിട്ടുള്ള പ്രമേയം. NDA സംസ്ഥാന കൺവീനറും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയും മുതിർന്ന BJP നേതാക്കളും ഘടകകക്ഷി പ്രതിനിധികളും NDA സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്തു. യോഗശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. പകരം V മുരളീധരനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് സംസാരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ NDA നേതൃയോഗത്തിലും BDJSന്റെ പരാതികൾ ചർച്ചയായില്ല. എന്നാൽ BDJS സംസ്ഥാന കമ്മിറ്റിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു. 24 ആലപ്പുഴ.